തമ്പി സാർ ഇതിനകത്ത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇപ്പൊ ഞാൻ ആരുടെയും പേരുകൾ പറയുന്നില്ല, എല്ലാ മുന്നണികളിലും പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കളുടെ ഒക്കെ പേരുകൾ അല്ലെങ്കിൽ അതിലെ ഉന്നതരായ നേതാക്കളുടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഒക്കെ പേരുകൾ ഇതിനോട് ചേർത്ത് വെച്ച് പുറത്തു വരുന്നുണ്ട്. അവരൊക്കെ നിഷേധക്കുറിപ്പുമായി രംഗത്ത് വരികയാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുത്ത അക്കൗണ്ടിൽ വന്ന, അതായത് 1000 കോടിയുടെ ഇടപാടുകൾ നടത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പോലെ കണക്കിനാണ്, നൂറുകണക്കിനാണ് ഇത്തരം നൂറുകണക്കിന് കോടികളുടെ ഇടപാടാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ ഏതാണ്ട് 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിന് ശേഷം അയാൾ മറ്റൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് ഈ തുക മാറ്റുകയും അയാളുടെ ഒരു ആർഭാട ജീവിതത്തിന് വേണ്ടി, അതായത് സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നൊരു കമ്പനിയിലേക്ക് ഈ തുകയൊക്കെ മാറ്റുകയും ഇയാൾ ഒരു ആർഭാട ജീവിതം നയിക്കുകയും ചെയ്തു എന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു ആഡംബര ജീവിതം അനന്തു നയിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പണം കിട്ടി, പണം കൊടുത്തു എന്നൊരു ഭാഗത്തുനിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് രാഷ്ട്രീയ നേതാക്കളും പറയുമ്പോൾ പിന്നെ ഈ പണമൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ടല്ലോ. പിന്നെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് നടത്താൻ പറ്റുന്ന ഒരു തട്ടിപ്പല്ലല്ലോ, അങ്ങനെ ഒരു കർക്ക് കമ്പനി അല്ലല്ലോ അനന്തകൃഷ്ണൻ്റേത്. അപ്പോൾ ഇതെങ്ങനെ, ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും? ക്രൈംബ്രാഞ്ച് എങ്ങനെ ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകും? എങ്ങനെയാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക? അതിൻ്റെ സാധ്യത, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? അല്ല, ഇത് നമുക്കറിയാം. ഈ തട്ടിപ്പുകാരുടെ ചരിത്രവും അല്ലെങ്കിൽ തട്ടിപ്പുകാരുടെ നാൾ വഴികളും പരിശോധിച്ചാൽ അവരുടെ എല്ലാം പൊതു സ്വഭാവമാണിത്. കാരണം എല്ലാ മുൻസിമാവുമെങ്കിൽ എത്രയോ കേസുകൾ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പൊതു സ്വഭാവങ്ങളിൽ ഒന്നും കാണില്ല. കാരണം അവർ ഈ തട്ടിക്കുന്ന ആളുകളുടെ പണം, അവർക്ക് ലഭിക്കുന്ന പണത്തിൽ ഒരു ഭീമഭാഗവും അവരുടെ ലാവിഷ് ലൈഫിന് വേണ്ടി അവർ കളയും. വലിയൊരു ഭാഗം ആളുകൾക്ക് വെറുതെ കൊടുക്കും. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് പലപ്പോഴും പൊളിറ്റീഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ IAS അല്ലെങ്കിൽ അങ്ങനെ അധികാരം കൈയാളുന്ന ആളുകളായിരിക്കും. ഈ പണം അവർ കൊടുക്കുന്നതാണ്, അവർക്കിതിൽ പങ്കുണ്ട് എന്നുള്ള അർത്ഥമാക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഏത് തട്ടിപ്പുകാരെ പരിശോധിച്ചാലും ശരി, അവർ ആ പൈസ കൊണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറൊരു ബിസിനസ് തുടങ്ങി പൈസ, അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടാകില്ല. അതൊരു പൊതു സ്വഭാവമായി നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇതിനകത്ത് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല ഇതിൽ പങ്ക് എന്നുള്ളത് നമ്മൾ പകൽ പോലെ വ്യക്തമാണ്. കാരണം അയാൾക്ക് മാത്രം ഇങ്ങനെ ഒരു വലിയൊരു ചെയിൻ ഒരിക്കലും ഒരു കാരണവശാലും നടത്താൻ കഴിയില്ല. കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ CSR ഫണ്ട് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ NGOകൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെട്ട റോട്ടറി ക്ലബ്ബ് പോലെ അല്ലെങ്കിൽ ലയൺസ് ക്ലബ്ബ് പോലെ എത്രയോ NGOകൾ മുഖാന്തരം അത് നടപ്പാക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് NGOകൾ കൂടെയും നടപ്പാക്കുന്നുണ്ട്. അതല്ലാതെ അവർ തന്നെ നേരിട്ട് അവർക്കൊരു ഏജൻസി ഉണ്ട് ഈ CSR ഫണ്ട് നടപ്പാക്കാൻ വേണ്ടിയും നല്ല കമ്പനികൾക്കൊക്കെ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയും എല്ലാം മേഖലകളുണ്ട്. അങ്ങനെയൊക്കെ ഇത് നടപ്പാക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആശയം ചിലപ്പോൾ അനന്തകൃഷ്ണൻ്റെ ആവാം. പക്ഷേ ആ ആശയത്തിന് രൂപവും ഭാവവും ഒക്കെ നൽകിയത് മറ്റുള്ള ആളുകൾ തന്നെയാണ്. അതിന് മറ്റ് ഈ പറയുന്നത് പോലെയുള്ള NGOയുടെ ചെയിൻ, ഈ പറയുന്ന തട്ടിപ്പ് NGOകൾ ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, അതിൻ്റെ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അതിലെനിക്ക് തോന്നുന്നു ഈ അനന്തകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ രംഗത്ത് വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും എല്ലാം വേരുകളുള്ള ഒരാളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് അല്ലാതെ വളരെ പയസ്സായിട്ടുള്ളൊരു ഇമേജുള്ള ആളാണ്. അപ്പോൾ ആ ഇമേജും അദ്ദേഹത്തിൻ്റെ ഇമേജും പയസ്സായിട്ടുള്ള ഇമേജും അദ്ദേഹത്തിന് ഈ രംഗത്തുള്ള പ്രവർത്തന പാരമ്പര്യവും സേവന രംഗത്തുള്ള പ്രവർത്തന പാരമ്പര്യവും എല്ലാം ഇതിൽ മുതൽക്കൂട്ടിട്ടുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് ആണ് ഇത് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അനന്തകുമാറിന്റെ കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതവിടെ അനന്തകുമാർ പ്രതിയായേക്കും കൂടുതൽ കേസുകളിൽ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല എന്നൊക്കെ പറയുന്നത് ശ്രീ റെജിലുക്കോസ് പറഞ്ഞു, എനിക്കറിയില്ല, അത് സ്ഥിരീകരിക്കേണ്ട വിവരമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ പങ്കുകാരായി നിന്നിട്ടുള്ള പടി പറ്റിയിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിൽ, ജനപ്രതിനിധികളുണ്ടെങ്കിൽ അവരൊക്കെ സ്വാഭാവികമായും എന്താണ് ശ്രമിക്കുക? ഈ അനന്തകൃഷ്ണൻ കുടുങ്ങാതിരിക്കാൻ ശ്രമിക്കും, അല്ലേ? കാരണം അവരുടെ പ്രതിച്ഛായ തകരാതിരിക്കാൻ സ്വാഭാവികമായും പാർട്ടികളാണെങ്കിലും കക്ഷികളാണെങ്കിലും അതല്ല ഈ നേതാക്കളാണെങ്കിലും ഒക്കെ അവർ സ്വയം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കും. അങ്ങനെയാണെങ്കിൽ ഈ പണം നഷ്ടപ്പെട്ട സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഇതിലെ യഥാർത്ഥ കുറ്റക്കാരെ നമ്മളെങ്ങനെ കണ്ടെത്തും? അതിന് എന്തെങ്കിലും ഒരു സാധ്യതയും വഴിയുമുണ്ടോ? ഈ അന്വേഷണമൊക്കെ അതിനൊരു മാർഗമാണോ? ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള കേസുകളിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം പോലീസ് നല്ല ഫലപ്രദമായി തന്നെ അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസാണ് ഇത്. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് വലിയൊരു ടീമിനെ തന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് 85
ഓഫീസേഴ്സ് DYSP റാങ്കിലുള്ള ഓഫീസേഴ്സ് തന്നെ ഉള്ള ഒരു അഡീഷണൽ DGP തന്നെ നയിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വലിയ ദൗത്യം തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ പലപ്പോഴും പല കേസുകളിലും സംഭവിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഈ കേസിൽ മാത്രമല്ല പല വിവാദമായ പല കേസുകളിലും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ അന്വേഷണം ഇങ്ങനെ പൈപ്പ് ലൈനിൽ കൂടെ കയറി പോകുമ്പോൾ പലപ്പോഴും ആ അന്വേഷണം എങ്ങുമെത്താതെ അവസാനിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവരുത് ഈ കേസിൻ്റെ ചരിത്രം. കാരണം ഇത് സാധാരണക്കാരായ ആളുകളുടെ പൈസയാണ്. ഒരുപാട് ആളുകൾ, വിക്ടിംസ് ഒന്നും രണ്ടുമല്ല ഈ കേസിലെ എന്താ പറയുക കംപ്ലൈനൻസ് എന്ന് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ജില്ലയിൽ നിന്ന് തന്നെ 4000-ൽ പരവും 5000-ൽ പരവും ബാധികളാണ് ഓരോ ഈ കേസിലുള്ളത്. അപ്പോൾ അത്രയേറെ ആളുകളുടെ ഹാർഡ് ഏൺ മണിയാണ് അവരുടെ പ്രതീക്ഷ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാരണം എത്രയോ തട്ടിപ്പുകൾ നടന്നാലും വീണ്ടും നമ്മൾ ആ തട്ടിപ്പിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണെങ്കിൽ പോലും അവരുടെയൊക്കെ സാധാരണക്കാരുടെ സാധാരണമായ ജീവിതാവസ്ഥയാണ് അവരെ കൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ വീഴിക്കുന്നത് എന്ന് കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരുടെ പണമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ പണം അവർക്ക് തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ള ദൗത്യം പോലീസ് ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ. കാരണം അന്വേഷണം ഏത് രൂപത്തിൽ വരും, ഏത് ഭാവത്തിൽ വരും, ഇത് മുമ്പോട്ട് പോകുമ്പോൾ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പ്രതി ഈ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് പല വെളിപ്പെടുത്തലുകളും ഇനി നടത്താൻ സാധ്യതയുണ്ട്. അയാൾ പോലീസിനോടെയും പല വെളിപ്പെടുത്തലുകൾ നടത്താം. അതൊന്നും ശരിയാവണമെന്നില്ല. കാരണം അയാൾ അന്വേഷണം വഴിതിരിച്ചുവിടാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം, അല്ല അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞെന്നിരിക്കാം. അതുപോലെ തന്നെ ഈ പണം വാങ്ങി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ പോലും, പണം റിസീവ് ചെയ്തു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ പോലും ഇന്നസെൻ്റ് ആയിട്ട് പണം വാങ്ങിയവരുണ്ടാകാം, അല്ലാത്തവരും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് അതിലെ എന്താ പറയുന്നത്, ഈ പതിരിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് പോലെ ശരിയായ ഒരു അന്വേഷണം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വലിയ ദൗത്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അല്ല. ഞാൻ ചോദിക്കുന്നത് തമ്പി സാർ, അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെടുകയും അവർ നിഷ്കളങ്കമായി പണം വാങ്ങുകയോ അല്ലാതെ ചോദിച്ചു വാങ്ങുകയോ അല്ലെങ്കിൽ കമ്മീഷനായി പണം പറ്റുകയോ ഒക്കെ ചെയ്ത ആളുകളുടെ ഒരു കൂട്ടം ഇതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അന്വേഷണമാണോ ക്രൈംബ്രാഞ്ച് അന്വേഷണം? അല്ല, അതിനകത്ത് പൂർണ്ണ വിവരം അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് പലതും ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് എങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാൻ കഴിയും. ഉദാഹരണത്തിന് അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുള്ളത്, ഏതെങ്കിലും പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസിന് പണം കൊടുത്തിട്ട് ട്രൂ അക്കൗണ്ട് ട്രാൻസാക്ഷനാണ്, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ്, ഏത് കോൺടെക്സ്റ്റിലാണ്, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അയാളൊരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു, അയാൾ ആ കമ്പനിയുടെ അധിപനായിരിക്കുന്നു, ധാരാളം പണമുള്ള ആളാണ്. അപ്പോൾ അയാൾ ഒരു ഇലക്ഷൻ ഫണ്ടിലേക്ക് ഒരു സംഭാവന കൊടുക്കുന്നു. സ്വാഭാവികമായും അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. അതല്ലാതെ അയാളുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് ആംഗിളിൽ നമ്മൾ കാണണം. അയാളുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി അയാൾ ശ്രമിക്കുന്നു, അതിനുവേണ്ടി ആരുടെയെങ്കിലും പണം വെച്ച് ബിസിനസ് പ്രൊമോഷന് ശ്രമിക്കുന്നു, അതുവഴി നിക്ഷേപകരെ അല്ലെങ്കിൽ ഈ ബെനിഫിഷ്യറീസിനെ അങ്ങോട്ട് ആകർഷിക്കുന്നു, അതൊരു ഒഫൻസാണ്. അതല്ലാതെ അയാൾ ഇതിൽ നിന്നുണ്ടാക്കുന്ന ഈ പണത്തിൽ നിന്ന് ഒരു ഇലക്ഷൻ ഫണ്ടിലേക്ക് ഒരു സംഭാവന കൊടുത്താൽ അതൊരിക്കലും ആ ഫണ്ട് വാങ്ങുന്നവർക്ക് അതൊരു ഒഫൻസാണ് എന്ന് നമുക്ക് പറയാം, ക്രിമിനൽ ഒഫൻസാണ് എന്ന് ഒരിക്കലും അവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതേസമയം ഇവരുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ആരെങ്കിലും ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ, അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇയാളുടെ ഈ ഒഫൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് കോമൺ ഇൻറ്റൻഷൻ അവർക്കുമുണ്ട് എന്ന് പറയേണ്ടി വരും.